ഒരു വട്ടം കൂടി ഇറാന് മുമ്പിൽ മുട്ടുമടക്കി അമേരിക്ക. 6 മാസം മുമ്പ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചിരുന്നു. ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കരുത്ത് അന്ന് അമേരിക്കയും ഇസ്രായേലും അനുഭവിച്ചറിഞ്ഞു. ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചതോടെ കൈപൊള്ളി ട്രംപിന്. തിടുക്കത്തിൽ യുദ്ധം അവസാനിപ്പിച്ചു ട്രംപ്. ആ യുദ്ധത്തിൽ അവസാനത്തെ മിസൈലും ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടാണ് ഇറാൻ യുദ്ധം നിർത്തിയത്. അതായത് തങ്ങൾ വിജയിച്ചുവെന്ന് ലോകത്തെ അറിയിച്ചുകൊണ്ട് ഇറാൻ യുദ്ധം നിർത്തി. ഇത്തവണ ഇറാനെ പിടിച്ചെടുക്കാൻ വലിയ വലിയ പടയൊരുക്കമാണ് ട്രംപ് നടത്തിയത്. മൊസാദിന്റെ ചാരന്മാരെ കൊണ്ട് ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കി. ആഭ്യന്തര കലാപകാരികളുടെ ലക്ഷ്യം ഖൊമേനിയായിരുന്നു. ഖൊമേനി ഭരണത്തിന് അന്ത്യമാകുമെന്ന് പ്രഖ്യാപിച്ചു US. കലാപകാരികളെ തൊട്ടാൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു. കലാപകാരികളെ ഇറാൻ സൈന്യം അടിച്ചമർത്തി. കലാപത്തിന് പങ്കെടുത്തവർക്ക് പലർക്കും വധശിക്ഷ ലഭിച്ചു. മൊസാദിന്റെ 1000-ഓളം ചാരന്മാരെ തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്തു. മാത്രമല്ല, ഇറാനിൽ വാർത്തകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ റദ്ദ് ചെയ്തുള്ള ഇറാൻ സൈന്യത്തിന്റെ നീക്കം വളരെ ബുദ്ധിപരമായ നീക്കമായിരുന്നു. ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര കലാപമില്ല. ഖൊമൈനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്, റഷ്യയിലേക്ക് അഭയം തേടും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്നു. ഖൊമൈനി ഒരിടത്തും പോയില്ല. അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുകയല്ല എന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ തെളിയിച്ചു. അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കൻ ഇപ്പോൾ അങ്ങനെ ഇറാന്റെ കടൽ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. എന്തും ചെയ്യാൻ കഴിവുള്ള പടക്കപ്പൽ എന്ന് പറയുന്ന എബ്രഹാം ലിങ്കന്റെ വരവൊന്നും ഇറാനെ ഭയപ്പെടുത്തിയില്ല. അമേരിക്കയ്ക്ക് വ്യോമപാത നൽകില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം പറഞ്ഞു. തങ്ങളുടെ മണ്ണോ തങ്ങളുടെ വ്യോമപാതയോ ഇറാനെ ആക്രമിക്കാൻ തരില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് അപകടം മണത്തു. ചുരുക്കത്തിൽ, ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇറാൻ തകർക്കുമെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായി. ഇറാനോട് പിന്നീട് സമ്മർദ്ദ തന്ത്രമാണ് അമേരിക്ക പയറ്റിയത്. അനുനയ ചർച്ചകളിലൂടെ ഇറാനെ വരുതിയിലാക്കാൻ, സമ്മർദ്ദം ചെലുത്തി പേടിപ്പിച്ച് വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിച്ചു. പക്ഷേ ഇറാൻ ഭയന്നില്ല. ഭയം എന്നത് തങ്ങൾക്കില്ലെന്ന് ഇറാൻ തെളിയിച്ചു. അമേരിക്കയുടെ എബ്രഹാം ലിങ്കനെ തകർക്കാൻ മുങ്ങിക്കപ്പലുകൾ ഇറക്കി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചു ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ കപ്പലുകൾ ഇറങ്ങി. ഇതോടെ ലോക വ്യാപാരത്തിന്റെ ഗതി തന്നെ മാറി. പെട്ടെന്നൊന്നും ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. പണ്ടുപോയി ഇറാഖിനെ അടിച്ചതുപോലെയല്ല ഇറാനെ അടിക്കുന്നത് എന്ന നഗ്നമായ സത്യം ട്രംപ് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇറാനുമായി ചർച്ചകൾ നടത്തുകയാണ് ട്രംപ്. ട്രംപിന്റെ ആവശ്യങ്ങൾ എല്ലാം ഇറാൻ നിരാകരിച്ചു. ആവശ്യങ്ങളൊക്കെ ഇറാന്റെ പരമാധികാരത്തിൽ തൊടുന്ന ആവശ്യങ്ങളായിരുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം. അത് നടക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണം നടത്തരുത്. അത് നടക്കില്ല എന്ന് ഇറാൻ പറഞ്ഞു. തുടർന്ന് ഇറാന്റെ മധ്യഭാഗത്ത് വിമാന സർവീസുകൾ നിർത്തിവെക്കുകയും ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം നടത്തുകയും ചെയ്തു. അതും ലംഘിച്ചു ഇറാൻ. കലാപകാരികളെ കൊല്ലരുതെന്ന് പറഞ്ഞു. അതും ഇറാൻ ചെവിക്കൊണ്ടില്ല. ചുരുക്കത്തിൽ, ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി പൊളിച്ചടുക്കി ഇറാൻ. ഇപ്പോൾ ലോകത്തിന്റെ നെറുകയിൽ ജേതാവായി നിൽക്കുന്നത് ഇറാൻ എന്ന രാജ്യമാണ്. ഇസ്രായേലും അമേരിക്കയും വൻ ശക്തികളാണ്. അവർ ഇരുവരും ഒരുമിച്ചാൽ ഏത് രാജ്യവും ഭയന്നു പോകും. അവർ ഇരുവരും ഒരുമിച്ചിട്ടും ഇറാന് നേർക്ക് ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ഖൊമൈനിയുടെ കീഴിൽ ഇറാൻ ജനത ഒരുമിച്ച് നിൽക്കുന്ന ഛേദോകരമായ കാഴ്ചയാണ് കണ്ടത്.
ഗൾഫ് രാജ്യങ്ങളിൽ UAE ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ കർശനമായ നിലപാടാണ് എടുത്തത്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാന് പിന്നിൽ അണിനിരക്കുന്ന വീരോചിതമായ കാഴ്ചയും കണ്ടു. യമനിലെ ഹൂതി വിമതരും ലെബനനിലെ ഹിസ്ബുള്ളയും ഒക്കെ ആയുധമേന്തി അമേരിക്കയെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം. ഈ സ്ഥിതിവിശേഷത്തിലാണ് അമേരിക്ക പതുക്കെ മാറിയത്. ഇറാനെ വരുതിയിലാക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. എത്രമാത്രം സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ട രാജ്യമാണ് ഇറാൻ. ഒരുപാട് സാമ്പത്തിക ഉപരോധങ്ങൾ. അവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് അമേരിക്കയും പാശ്ചാത്യ നാറ്റോയും തീരുമാനിച്ചത്. അവിടെ നിന്നും അവർ കരുത്താർജിച്ച് വന്നു. ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഖൊമൈനിയുടെ കീഴിൽ ഇറാൻ ഒരു ഒരു ആത്മീയ രാഷ്ട്രമായി മാറി. ആ ഇറാനിലാണ് ആഭ്യന്തര കലാപം അഴിച്ചുവിട്ടത്. ആ ഇറാനെ ചൊല്ലിയാണ് ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചത്. മലയാളത്തിലെ ചില മാധ്യമങ്ങൾ, സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളൊക്കെ ഇറാന്റെ കാര്യത്തിൽ ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപിട്ട് നിന്നു. കാരണം ഇറാനിലെ ജനങ്ങൾ മുസ്ലിങ്ങളാണല്ലോ. അതുകൊണ്ട് അവർ നശിക്കേണ്ടവരാണെന്ന് സംഘപരിവാർ മാധ്യമങ്ങളങ്ങ് തീരുമാനിച്ചു. അമേരിക്കയുടെ വീരസാഹസിക കഥകൾ നിറം പിടിപ്പിച്ച് പ്രചരിപ്പിച്ചു. ഇപ്പോഴത്തെ ചർച്ചകൾ അലസി. അമേരിക്ക വീണ്ടും അർമാഡയെ അയക്കാൻ പോകുന്നു ഇറാനിലേക്ക് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. പക്ഷേ ആക്രമണം മാത്രം നടന്നില്ല. അതിനിടയിൽ ഇറാന്റെ ഒരു ഡ്രോൺ എബ്രഹാം ലിങ്കന് നേർക്ക് പാഞ്ഞു ചെന്നു. ചാവേർ ഡ്രോണായിരുന്നു അത്. എബ്രഹാം ലിങ്കന്റെ സൈനിക കരുത്ത് എത്രയാണെന്ന് തിരിച്ചറിയാനുള്ള ഇറാന്റെ ശ്രമം. ഡ്രോണിനെ അമേരിക്ക വെടിവെച്ചിട്ടു. പക്ഷേ അതിനകം തന്നെ ഡ്രോൺ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു. കടന്നൽ കൂട്ടം പോലെ ഇളകി വരുന്ന ഡ്രോണുകൾ ഇറാന്റെ കയ്യിലുണ്ട്. ചാവേർ ഡ്രോണുകൾ ധാരാളമായുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഇറാൻ ഡ്രോണുകൾ കൈമാറിയിരുന്നു. അത്ര ശക്തമായി ഡ്രോണുകളുള്ള ഒരു രാജ്യം, ശക്തമായ ഭരണാധികാരിയുള്ള രാജ്യം, അവരെ കീഴടക്കുക എന്നുള്ളത് പണ്ട് ഇറാഖിൽ കാണിച്ചതുപോലെ എളുപ്പമാകില്ല എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു. അമേരിക്ക ഒരിക്കൽ കൂടി ഇറാനോട് തോറ്റു. അതാണ് യുദ്ധം എന്ന് പറഞ്ഞ് ഇറാൻ ജനതയെ ഭീതിയിലാക്കുകയും ഇറാൻ ഭരണകൂടത്തെ അരക്ഷിതാവസ്ഥയിലാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ തന്ത്രം. വെനസ്വലയിൽ മധുറയെ തട്ടിക്കൊണ്ടുപോയതുപോലെ ഖൊമൈനിയെ തട്ടിക്കൊണ്ടുപോകും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. അതിനിത്തിരി പൊളിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു കൊടുത്തു. അമേരിക്കയുടെ ഒറ്റ സമ്മർദ്ദ തന്ത്രത്തിനും ഇറാൻ വഴങ്ങിയില്ല. ഇപ്പോൾ ഇറാൻ ലോകത്തിൻ്റെ നെറുകയിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. ആ കാഴ്ച ചേതോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച അതിജീവനത്തിൻ്റെ കാഴ്ച കൂടിയാണ്.